കതിരു തുടുത്ത നെൽവയലുകൾക്കിടയിലൂടെ കരിമ്പനകൾക്കിടയിലൂടെ ചരിത്രമുറങ്ങുന്ന നാട്ടുവഴികളിലൂടെ ഇവിടെ പാലക്കാട്ടെ മണ്ണും മനസ്സും എല്ലാം സംഗീതത്തിൻ്റെ കലാവിരുന്നുകളുടെ ആവേശം ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. സംസ്ഥാനത്തിൻ്റെ വിവിധ സ്കൂളുകളിൽ നിന്നായി 73 സ്കൂളുകളിൽ നിന്നായി ഏതാണ്ട് 8000-ലധികം കുട്ടികൾ ഈ കലാവേദിയിൽ, ഈ കലാഭൂമിയിൽ എത്തിയിരിക്കുന്നു അവരുടെ മികവാർന്ന പ്രകടനങ്ങളുമായി. ഒരുപക്ഷെ ആദ്യ 2 ദിവസങ്ങളിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യ 2 ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു മന്ദിപ്പ് അതെല്ലാം മാറി വളരെ സജീവമായിരിക്കുന്നു വേദികൾ. സദസ്സും അതുപോലെ സമ്പന്നതയോടുകൂടിയാണ് ഇപ്പോൾ എല്ലാ വേദികളിലും എല്ലാ പ്രകടനങ്ങളും പുരോഗമിക്കുന്നത്. ജനപ്രിയ പ്രകടനങ്ങളായിരുന്നു ഇന്ന് ഏറെയും. ഈ 17 വേദികളിലും വളരെ സജീവമായി തന്നെ കലാ ആസ്വാദകർ, കലാപ്രേമികൾ എത്തിയിട്ടുണ്ട് അവരുടെ പ്രകടനങ്ങൾ കാണാൻ. ഏതായാലും പാലക്കാട്ടെ ഈ മണ്ണിൽ കരിമ്പനയുടെ പാട്ടെഴുതിയ ഒരു കഥാകാരനുണ്ട്, മുണ്ടൂർ സേതുമാധവൻ. സേതുമാധവൻ മാഷെ ഞാൻ ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്ന അദ്ദേഹമാണ് നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമിലെ പ്രത്യേകമായ അതിഥി. മാഷെ സ്വാഗതം. കരിമ്പനയുടെ പാട്ട് എഴുതിയ കഥാകാരനാണ് പക്ഷേ ഈ പാലക്കാട് പല തരത്തിലുള്ള പാരമ്പര്യവും അവകാശപ്പെടുന്നതാണ്. കലയുടെ കാര്യത്തിൽ, സാഹിത്യത്തിൻ്റെ കാര്യത്തിൽ ഒരുപാട് മഹാരഥന്മാർക്ക് ജന്മം കൊടുത്തിട്ടുള്ള നാടാണ്. കലോത്സവം ഇത് 5ാം തവണയാണ് പാലക്കാട്ട് എത്തുന്നത്. മാഷ് ഇത്തവണ വേദികളെല്ലാം സന്ദർശിച്ചു. എന്താണ് മാഷിൻ്റെ അഭിപ്രായം? 54ാം സംസ്ഥാന യുവജനോത്സവം ഈ കനകം വിളയുന്ന പാലക്കാടൻ പൊടിമണ്ണിൽ പെയ്തിറങ്ങിയുകയാണ്. ഈ സന്ദർഭത്തിൽ ഞാൻ ഏകദേശം എല്ലാ വേദികളിലും ഒരു കാണിയായി എത്തുകയുണ്ടായി. കാരണം ഞാൻ ഇപ്പോൾ സങ്കടപ്പെടുന്നത് എൻ്റെ പോയ കുട്ടിക്കാലം തിരിച്ചു വരില്ലല്ലോ എന്നാലോചിച്ചാണ്. അത്രയും നൊസ്റ്റാൾജിക്കാണ് ഞാനിവിടെ നടക്കുമ്പോൾ. എനിക്കിവിടെ ഒറ്റയ്ക്ക് ഇതിനിടയിൽ നടക്കുമ്പോൾ എൻ്റെ പഴയ കുട്ടിക്കാലം ഓർമ്മ വരികയാണ്. എങ്ങനെയും ഇതൊരു വല്ലാത്ത ഉത്സവമാണ്, വല്ലാത്ത സ്നേഹ മസൃണമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഈ കലോത്സവ വേദികൾ ഒരുക്കിയിരിക്കുന്നത്. നമ്മുടെ കുട്ടികളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. ലോകചരിത്രം എവിടെ എടുത്തു നോക്കിയാലും സമാധാനം എവിടെ നിൽക്കുന്നുവോ അവിടെയാണ് സാഹിത്യവും കലയും സംസ്കാരവും ഉണ്ടായിട്ടുള്ളത്. നീരൊഴുക്കുള്ള സ്ഥലങ്ങളിലാണ് സംസ്കൃതികൾ രൂപപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം, ടർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയ 1215 1215 ടർക്കിയിലെ കോൺസ്റ്റാന്റിനോപ്പിളിലെ സമാധാന ജീവിതം തകർന്നപ്പോൾ ലോകത്തിൻ്റെ യൂറോപ്പിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് ഓടിച്ചെന്ന കലാകാരന്മാരാണ് റിനൈസൻസ് ഉണ്ടാക്കിയത്. അപ്പോൾ സമാധാന ഭംഗം വരുന്നതിൻ്റെ വേദനയാണ്. പിന്നെ കലകളൊക്കെ മനുഷ്യൻ്റെ മഹാദുഃഖത്തിൻ്റെ പ്രതീകങ്ങളാണ്. മനുഷ്യൻ്റെ ദുഃഖത്തിൻ്റെ വിവിധ ഇതാണ് ഇവിടെ അവതരിപ്പിക്കുന്ന ഈ ഭരതനാട്യം മുതലായ ക്ലാസിക്കൽ കല. ഇതിനൊക്കെ വളരെ പാരമ്പര്യമുള്ളൊരു സ്ഥലമാണ് പാലക്കാട്. ഒളപ്പമണ്ണയെപ്പോലെയും അക്കിത്തത്തിനെപ്പോലെയും എന്തിന് നമുക്ക് ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മാനുഷനെന്ന ഉള്ള കാലം. കവിയെ ഓർമ്മയില്ലെങ്കിലും ഈ കവിത തത്തിക്കളിക്കാത്ത ഒരു പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥി കേരളത്തിലുണ്ടാവുകയില്ല. അത്രയും ആകാശത്തോളം ഉയർന്ന ഒരു കുഞ്ചൻ ഈ പാലക്കാടാണ് ഉണ്ടായത്. അതുപോലെ തന്നെ ഇവിടെ കരിമ്പനപ്പട്ടകളിൽ കാറ്റ് ദൈവസാന്ദ്രമായി എന്നെഴുതാൻ കഴിഞ്ഞ ഒരു OV വിജയൻ തസ്രാക്കിനെ തൻ്റെ ഭ്രമാത്മകമായ ഭാഷയിലൂടെ, മലയാളം കണ്ടിട്ടില്ലാത്ത അത്ഭുതകരമായ ഒരു രചനാരീതിയിലൂടെ തസ്രാക്കിനെ ഖസാക്കാക്കി മാറ്റിയ ഒരു ഇതിഹാസ പുരുഷൻ കൂടിയാണ്. ഇവിടെ പണ്ട് രാമഭാഗവതർ എന്ന ഒരു സംഗീതജ്ഞനുണ്ടായിരുന്നു. ചെമ്പൈ വൈദ്യനാഥ അയ്യർക്കും രാമനാഥനും ഒക്കെ മുമ്പ്. രാമഭാഗവതർക്കൊരു പ്രത്യേകതയുണ്ട്, പലർക്കും അതറിയില്ല. ഇന്ന് അദ്ദേഹത്തിൻ്റെ പാട്ട് കേട്ടാൽ നാളെ അത് ഒരിക്കൽ കൂടി കേൾക്കാൻ കഴിയില്ല. ഇന്നത്തെ പോലെ മീഡിയകളും ഇന്നത്തെ പോലെ റെക്കോർഡിങ്ങും ഇല്ലാതിരുന്നൊരു കാലത്ത് ഇന്ന് പാടിയ പാട്ട് അദ്ദേഹം തന്നെ നാളെ പാടുമ്പോൾ മാറും. അതുകൊണ്ട് രാമഭാഗവതരുടെ പാട്ട് ഒരിക്കലേ കേൾക്കാൻ പറ്റൂ. ഇത് വളരെ പ്രസിദ്ധമായൊരു ചൊല്ലാണ്. അങ്ങനെയുള്ള കൽപ്പാത്തിയുടെ സംഗീതത്തിൻ്റെ ആഴക്കടൽ പാലക്കാടാണ് ഉള്ളത്. അപ്പോൾ മാഷ് പറയുന്നത് കൗമാരകല ഇവിടെ ഈ പാലക്കാട് പുതിയൊരു നവോത്ഥാനം ഉണ്ടാക്കുകയാണ് അല്ലേ? തീർച്ചയായിട്ടും കൗമാരത്തിലാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. ഞങ്ങളൊക്കെ കഥ എഴുത്തുകാരാണ്. നാളെ ഏറ്റവും നല്ല കഥ ഈ കനകം വിളയുന്ന പൊടിമണ്ണിൽ. ഞാൻ വളരെ ബോധപൂർവമാണ് ആ വസ്തു ഉപയോഗിച്ചത്. ഇവിടെയാണ് ഏറ്റവും നല്ല നാടൻ പാട്ടുണ്ടായത്. 450 വർഷങ്ങൾക്ക് മുമ്പ് നിരക്ഷരനായ വള്ളുവനാടൻ പണിക്കാരൻ തൻ്റെ പ്രക്ഷുബ്ധമായ മനസ്സിനെ പ്രകാശിപ്പിച്ചത് ഒരു വരിയിലൂടെ, കവിതയിലൂടെയാണ്. നിരക്ഷരനായ പണിക്കാരൻ പാട്ടുകൊണ്ടൊരു ചൂട്ടുകെട്ടി മൂത്തുകുത്തും ഞാൻ,
ഇതിലും ശക്തമായ ഒരു കാവ്യശകലം പിന്നീട് വന്ന ആധുനിക മലയാള കവിതയിൽ ഞാൻ വായിച്ചിട്ടില്ല. അതിലുള്ളതായ ആ മനസ്സിൻ്റെ പ്രക്ഷുബ്ധത, ജീവിതത്തിൻ്റെ പ്രക്ഷുബ്ധത, അതിനെ സമന്വയിച്ച് ആ മനുഷ്യൻ ഉണ്ടാക്കാൻ കഴിഞ്ഞത് ഒരു വരിയാണ്. അദ്ദേഹത്തിന് ചൂട്ടുകെട്ടാൻ തൻ്റെ കയ്യിൽ പാട്ടു മാത്രമേ ആയുധമായിട്ടുള്ളൂ. ഇതൊക്കെ സങ്കല്പങ്ങളാണ്. ഇത്രയും വലിയ സങ്കല്പങ്ങൾ ഓളം വെട്ടുന്ന ഈ നിളയുടെ തീരത്ത് നമ്മുടെ പുതിയ കുട്ടികൾ തീർച്ചയായിട്ടും പുതിയ കഥയ്ക്കും പുതിയ കവിതയ്ക്കും പുതിയ നൃത്തച്ചുവടുകൾക്കും അവിടെ നിൽക്കുന്നുണ്ട്. ഇവരുണ്ടാക്കുന്നതായ പുതിയ നാദത്തിനും നമുക്ക് അവരുടെ പ്രകടനങ്ങളിലേക്ക് പോയാലോ? തീർച്ചയായിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം ബാൻഡ് മേളം തുടങ്ങട്ടെ. റൈറ്റ്, ഓക്കെ. കലോത്സവത്തിൻ്റെ രണ്ടാം ദിനം കഴിഞ്ഞപ്പോൾ തന്നെ പോയിന്റ് നിലകൾ പുറത്തു വന്നു തുടങ്ങിയിരുന്നു. ഏതായാലും തൃശ്ശൂരും പാലക്കാടും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തുന്നു. ഈ കലോത്സവ വേദിയിൽ ഏറ്റവും പുതിയ വിവരങ്ങൾ കിട്ടുമ്പോൾ തൃശ്ശൂരും ആണ് എപ്പോഴും ഒന്നാം സ്ഥാനത്തുള്ളത്. പാലക്കാട് രണ്ടാം സ്ഥാനത്താണ്. മൂന്നാം സ്ഥാനത്ത് കോഴിക്കോടുണ്ട്. പാലക്കാട് ഇത്തവണ കിരീടത്തിൽ മുത്തമിടാൻ കഴിയുമെന്ന പ്രതീക്ഷ ഈ ജില്ലക്കാർക്കുണ്ട്. ഏതാണ് ഏറ്റവും ഒടുവിലുള്ള അവരുടെ പോയിന്റ് നില? അത് നമുക്ക് ആദ്യം അറിയാം. ഏതായാലും പ്രധാന വേദിക്ക് മുന്നിൽ സുനിൽ ഐസക് ഉണ്ട്, ഞങ്ങളുടെ പ്രതിനിധി. സുനിൽ, ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പോയിന്റ് നില എങ്ങനെയാണ്? ഏത് ജില്ലയാണ് മുന്നിൽ നിൽക്കുന്നത്? ഗോപി, പാലക്കാട് അക്ഷരാർത്ഥത്തിൽ ഈ കലോത്സവം അങ്ങ് ഏറ്റെടുത്തു എന്ന് തന്നെ പറയാം. പാലക്കാട് അതിൻ്റെ നെഞ്ചേറ്റി കഴിഞ്ഞിരിക്കുന്നു. 54ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം അതിൻ്റെ 3ാം ദിവസത്തിലേക്ക് എത്തുമ്പോൾ മറ്റൊരു വളരെ രസകരമായ ഒരു കാര്യം കൂടി കാണാം. ജില്ലകൾ തമ്മിലുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിന് പാലക്കാട് സാക്ഷ്യം വഹിക്കുകയാണ്. 3ാം ദിവസത്തിലെ അവസാന ഫലം പുറത്തു വരുമ്പോൾ 292 പോയിന്റുമായി തൃശ്ശൂർ ജില്ല ഒന്നാം സ്ഥാനത്ത് തൻ്റെ ആധിപത്യം തുടരുകയാണ്. അതിൻ്റെ ഒരു വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആദ്യ ഫല സൂചന മുതൽ ഇങ്ങോട്ടേക്ക് എടുത്താൽ തൃശ്ശൂർ ജില്ല തന്നെ ആയിരുന്നു ഒന്നാം സ്ഥാനത്ത്. ഒന്നാം സ്ഥാനം തൃശ്ശൂർ ജില്ല മറ്റാർക്കും വിട്ടുകൊടുത്തിട്ടില്ല. അത് ഇപ്പോഴും ഏറ്റവും ഒടുവിലെ വിവരം കിട്ടുമ്പോഴും തൃശ്ശൂർ ജില്ല തന്നെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു. എന്നാൽ തൊട്ടു പിന്നിൽ ആതിഥേയരായ പാലക്കാട് 287 പോയിന്റുമായി ആതിഥേയരായ പാലക്കാട് തൊട്ടു പിന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ എന്തും സംഭവിക്കാം. ഒരു അട്ടിമറി എപ്പോൾ വേണമെങ്കിലും പ്രതീക്ഷിക്കാം. കഴിഞ്ഞ 2 തവണ നേടിയ ആ കപ്പ് പാലക്കാട് വീണ്ടും തിരിച്ച് സ്വന്തം മണ്ണിൽ നിന്ന് കൊണ്ടുപോകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. മൂന്നാം സ്ഥാനം കോഴിക്കോടും മലപ്പുറവും ഒരുമിച്ച് പങ്കിടുകയാണ്. 287 പോയിന്റ് നേടി കോഴിക്കോടും മലപ്പുറവും തൊട്ടു പിന്നിലുണ്ട്. ഇതാണ് ഇപ്പോഴത്തെ ഒരു പോയിന്റ് നിലയുടെ അവസ്ഥ. ഗോപി,
റൈറ്റ് സുനിൽ ഐസക്, ഏതായാലും പോയിന്റ് നില മാറി മറയാനുള്ള സാധ്യതയുണ്ട്. ഇനി അങ്ങോട്ട് വളരെ ശക്തമായ മത്സരങ്ങളാണ് നടക്കാൻ പോകുന്നത്. ഒരുപക്ഷെ കലാ ആസ്വാദനം അതിൻ്റെ പാരമ്യത്തിലെത്തിയിരിക്കുന്നു. അതുപോലെ ആസ്വാദനത്തിനപ്പുറത്തേക്ക് ഇപ്പോൾ ചെറിയ മത്സരബുദ്ധി കൂടി പ്രകടമായിട്ടുണ്ട്. ഏത് ജില്ലയ്ക്കാണ് ഇത്തവണ കലോത്സവ വേദിയിൽ കപ്പുമായി മടങ്ങാൻ കഴിയുക? എന്നോടൊപ്പം ഒരു കലാകാരനുണ്ട് അഷ്ടപതി ആലപിക്കാനായി. എന്താ പേര്? അരവിന്ദ് മോഹൻ. അരവിന്ദ് മോഹൻ. ഏത് ജില്ലയിൽ നിന്നാ? എറണാകുളം കാക്കനാട് സബ് ജില്ല. കാക്കനാടല്ല, തൃപ്പൂണിത്തുറ സബ് ജില്ലയിൽ നിന്ന്. ഏത് സ്കൂളിൽ നിന്നാണ്? SNDP HSS ഉദയംപേരൂര്. മോന് ഏതാ? എ ഗ്രേഡ്. എ ഗ്രേഡ്, ഫസ്റ്റ് എ ഗ്രേഡ്. ഫസ്റ്റ് എ ഗ്രേഡ്. ഓക്കെ. അപ്പോൾ നമ്മൾ അഷ്ടപതി. സഞ്ചരതര സുതാ മധുരധ്വനി മുഖരിത മോഹനവം സഞ്ചരതര സുതാ മധുരധ്വനി മുഖരിത മോഹനവം ചലിത ദൃഗഞ്ചല ചഞ്ചല മൗലി കപോല വിലോല വദംശം കൃഷ്ണ രാസേ ഹരിമിഹ വിഹിത വിലാസം സ്മരതി മനോ മമ കൃത പരിഹാസം രാസേ ഹരിമിഹ. അരവിന്ദ്, ഗംഭീരമായ അരവിന്ദ്. സമ്മാനം ഏത് ജില്ല കൊണ്ടുപോകും ഇപ്രാവശ്യം? സമ്മാനം ഏത് ജില്ല കൊണ്ടുപോകും? കപ്പ ആരായിരിക്കും എടുക്കുക? അറിയില്ല. എന്നാലും എനിക്കറിയില്ല. ആരെടുക്കണം എന്നാണ് ആഗ്രഹം? എറണാകുളം എടുക്കണം ആഗ്രഹം. എറണാകുളം എടുക്കണം എന്നാണ് ആഗ്രഹം. ഓക്കെ, ശരി അരവിന്ദ്, നന്നായിട്ടുണ്ട്. എറണാകുളം എടുക്കുന്ന പ്രതീക്ഷിക്കാം അല്ലേ? നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ. മാഷ, എങ്ങനെ ഉണ്ടായി അഷ്ടപതി? ഇയാളുടെ പേരെന്താ? അരവിന്ദ് മോഹൻ. എവിടെ പഠിക്കണേ? കുമരംപേരൂ. ഉദയം. എറണാകുളത്ത്. ഇയാളാണ് വിന്നർ. അല്ല, എനിക്ക് 2 ഫസ്റ്റ് ഉണ്ട്, പിന്നെ ഒരു സെക്കൻഡ് ഉണ്ട്. ശാസ്ത്രീയ സംഗീതം. ഒന്നുകൂടി കൈ തരൂ. ഓൾ ദി ബെസ്റ്റ് കേട്ടോ. പക്ഷെ നമുക്ക് വേറെയും കലാകാരികളുണ്ട്. ഭരതനാട്യം നർത്തകി ഷേഹ. നമസ്കാരം. ഷേഹ പിന്നെ ഭരതനാട്യം നർത്തകി എന്ന നിലയിൽ ഇപ്പൊ വേഷത്തിന് മനസ്സിലായി. അതിനപ്പുറത്ത് ഒരു ആങ്കർ കൂടിയാണല്ലോ. അതെ, അമൃത ടിവിയിൽ സൂപ്പർ ഡാൻസർ ജൂനിയർ എന്ന് പറഞ്ഞ പരിപാടിയിൽ ആദ്യം ഡാൻസർ ആയിരുന്നു. അങ്ങനെ സെക്കൻഡ് റണ്ണറപ്പ് ആയി. പിന്നെ അങ്ങനെ സീസൺ 2 മുതൽ സീസൺ 5 വരെ ആങ്കറായി. എങ്ങനെയുണ്ട് ഈ പ്രാവശ്യം കലോത്സവം? ഈ വട്ടത്തെ കലോത്സവം പൊരിച്ചു. കാരണം ഞാൻ ഇന്നലെയും കലോത്സവം പൊരിച്ചു. കാരണം ഇന്നലെ മിഞ്ഞാന്നൊക്കെ വന്നപ്പോൾ ഓഡിയൻസ് കുറച്ച് കുറവായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ദൈവമേ, പാലക്കാട് മാത്രം എന്താ ഇങ്ങനെ ഓഡിയൻസിന് കുറവ്, അവർക്കൊന്നും ഇതില്ലേ എന്ന് വിചാരിച്ചു. പക്ഷെ ഇന്നാണ് എനിക്ക് തോന്നുന്നത് എല്ലാ ഓഡിയൻസ് ഇന്നാണ് തോന്നുന്നു ഇവിടെ എത്തിയിരിക്കുന്നത്. പിന്നെ നല്ല സപ്പോർട്ട്. നൃത്തം കാണാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലേ? അതെനിക്കറിയില്ല. എന്തായാലും നല്ല സപ്പോർട്ടായിരുന്നു ഓഡിയൻസിന്റെ വക. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായോ? അവർ പല വേദികളിലും മത്സരം തുടങ്ങാൻ വൈകി എന്നുള്ള പ്രശ്നമുണ്ട്. ചില കുട്ടികൾക്ക് പരാതിയുണ്ട്. കുറേ പേർ അപ്പീലുമായിട്ട് വന്നിട്ടുണ്ട്. ശ്രേയക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ ഇവിടെ? ഇല്ല,
അറിയില്ല, കാരണം ഞാൻ അപ്പീൽ വഴിയാണ് വന്നത്. അങ്ങനെയാണ് ലാസ്റ്റ്. അതുകൊണ്ട് ഞാൻ അപ്പീലിനെ കുറ്റം പറയില്ല. പക്ഷെ എന്നാലും പ്രോഗ്രാം ലേറ്റ് ആയതുകൊണ്ട് ഇനി ഒപ്പനക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് അറിയില്ല. പക്ഷെ കലോത്സവം, ഒരു സ്റ്റേറ്റ് കലോത്സവം ആകുമ്പോൾ എല്ലാവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടാവും. സോ ആഗ്രഹത്തോടു കൂടി ഞാൻ വന്നു. അതുപോലെ തന്നെ കുറേ പിള്ളേർക്കും വേറെ ആഗ്രഹം ഉണ്ടാവും. അങ്ങനെ സേതുമാധവ മാഷ്, അതായത് ഇതിനകത്ത് ഈ അപ്പീലുകൾ ഒരുപാട് വരുന്നുണ്ട്. ഓരോ തവണ കലോത്സവം വരുമ്പോഴും അപ്പീലുകളുടെ എണ്ണം കൂടുകയാണ്. അതായത് ശരിയായ നിഷ്പക്ഷമായ അല്ലെങ്കിൽ സത്യസന്ധമായ ഒരു വിധി നിർണ്ണയം സാധ്യമാകാത്തത് കൊണ്ടല്ല അപ്പീലുകൾ ഇങ്ങനെ കൂടുന്നത്. അത് നമുക്ക് എത്രത്തോളം പ്രോത്സാഹിപ്പിക്കാം? അല്ല, ഈ എൻ്റെ വളരെ വർഷത്തെ യൂത്ത് ഫെസ്റ്റിവലുകളുമായിട്ടുള്ള ബന്ധം കൊണ്ടാണ്. അത് സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവൽ സ്കൂളുകൾ, ഞാൻ 3 ഇൻ്റർ സോണിൻ്റെ ഇവിടുത്തെ ജഡ്ജസ് കമ്മിറ്റി ചെയർമാനായിരുന്നു പാലക്കാട് വെച്ച് നടത്തിയപ്പോൾ. ഇതിൻ്റെ വളരെ വലിയ അനുഭവം വെച്ച് ഞാനൊന്ന് പറയാം. ആരാണ് കറക്റ്റ് ജഡ്ജ്? ഒരു കറക്റ്റ് ജഡ്ജിനെ കണ്ടെത്തൽ ഇറ്റ് ഈസ് ക്വൈറ്റ് ഇമ്പോസിബിൾ. ഇതൊരു കലയാണ്, ഇതൊരു സർഗാത്മകമായ പ്രകടനങ്ങളാണ്. ഇതിൽ അഭിരുചി എന്ന ഒന്ന് വരും. ഞാൻ പറയുന്നത് ഇപ്പോൾ കുറച്ച് മാനദണ്ഡങ്ങൾ ഉണ്ടാകില്ലേ? ഏത് മാനദണ്ഡമുണ്ടെങ്കിലും 5 മലയാള റെസിറ്റേഷൻ എടുത്തോളൂ. 5 കവിത ചൊല്ലിക്കഴിഞ്ഞ്, മോശമായ കവിത ചൊല്ലിക്കഴിഞ്ഞ് 6ാമത് കുറച്ച് മെച്ചപ്പെട്ടൊന്ന് ചൊല്ലിയാൽ ഏറ്റവും മികച്ചതായി തോന്നും. ഇത് മനുഷ്യനാണ് ജഡ്ജ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു കലയുടെ ഉത്സവമല്ലേ ആവശ്യമുള്ളൂ? കലയുടെ മത്സരം ആവശ്യമുണ്ടോ? കലയുടെ ഉത്സവമാണിത്, മനസ്സിലായി. അതുകൊണ്ടാണ് ഗ്രേഡ് കൂടുതൽ കൊടുക്കുകയും അത് വളരെ ശാസ്ത്രീയമായി, അത് വളരെ ശാസ്ത്രീയമായ ഒന്നാണ്. നമ്മുടെ കുട്ടികൾ പലരും ഏകദേശം തുല്യരാണ്. ഈ തുല്യരിൽ ഒന്നാമനാർ എന്നുള്ളതാണ് ഇറ്റ് ഹാസ് ബിക്കം വെരി ഡിഫിക്കൽട്ട്. ഇത് ഇപ്പോൾ ഗോപീഷിനെ ഞാൻ കൊണ്ടിരുത്തി എന്താ പ്രയാസം? താങ്കൾ ഇത്ര ഇതായിട്ട് എന്നോട് ചോദിച്ചില്ലേ? താങ്കൾ ഒരു ജഡ്ജായിട്ട് ഓതൻറ്റിക് ആയിട്ട് അവിടെ ഇരിക്കുകയാണെങ്കിൽ യു വിൽ ബി കൺഫ്യൂസിങ്. ഇത് ഈ കുട്ടിയുടെ ഒന്നും കഴിവുകേടല്ല, മനസ്സിലായോ? ഇതിൻ്റെ പരിമിതിയാണ്, ജഡ്ജ്മെൻറ്റിൻ്റെ ഒരു പരിമിതി കൂടിയാണ്. അപ്പോൾ അതിന് ചെറിയ ഫ്ലക്ച്വേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും വരാം എന്നേ ഉള്ളൂ. ഒരുപാട് കോമ്പറ്റീഷൻ ഉണ്ടാവുക, നമുക്കൊക്കെ ഇന്ന കുട്ടിക്ക് കിട്ടണം എന്ന ആഗ്രഹമുണ്ടാവുക, കിട്ടുന്നത് മറ്റൊരു കുട്ടി. ഇവിടേക്കല്ലേ പ്രശ്നം അപ്പീൽ വരുന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ അപ്പീലിനെ കുറിച്ചോ കുട്ടികളുടെ പ്രകടനത്തെക്കുറിച്ചോ ജഡ്ജ്മെൻറ്റിനെ കുറിച്ചോ നമ്മളിവിടെ ഹേസ്റ്റിയായ ഒരു അഭിപ്രായം പറയുന്നതിനേക്കാൾ ഒന്നിച്ചിരുന്ന് ആലോചിച്ച് മറ്റു മാർഗമെന്ത് എന്നാലോചിക്കലായിരിക്കും ഏറ്റവും നല്ല. ഇതൊരു മഹോത്സവമാണ്. കുട്ടികളുടെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തിക്കൂടാ ഒരിക്കലും. നമ്മുടെ കേരളത്തിൽ ഈ കുട്ടികൾ ഏറ്റവും നല്ല വിദ്യാഭ്യാസ രംഗത്തുള്ളവരാണ് എന്നതിൻ്റെ ഉദാഹരണമാണ് നമ്മുടെ ഫെസ്റ്റിവൽസ്. മറക്കരുത്. അതിൻ്റെ ഇടയിൽ ഫസ്റ്റ് ആർക്കോ കിട്ടട്ടെ. ഇന്ന് കോളേജിൽ ഫസ്റ്റ് റാങ്ക് ഇല്ല, ഉണ്ടോ? ഈ SSLC ഫസ്റ്റ് റാങ്ക് ഇല്ല. എന്താ കാരണം? ഇതാണ് കൺഫ്യൂഷൻ. നമുക്കൊക്കെ വിജയവും A+ഉം ഒക്കെയാണ്. അതന്നെയാണ് ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ള ഇത്. അവിടേക്ക് കുറേയും കൂടി ജനാധിപത്യ സമ്പ്രദായത്തിലേക്ക് വരാൻ നമുക്ക് ശ്രമിക്കാം എന്ന് ഇതിൽ പറയാൻ പാടും. അപ്പോൾ ഷേഹ പിന്നെ നല്ല നർത്തകിയാണ്, നല്ല കലാകാരിയാണ്, വലിയ കലാകാരിയായി ഉയർന്നു വരട്ടെ. പക്ഷേ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട് ഷേഹയോട്. ഞാനിവിടെ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുകയാണ്. ഷേഹയ്ക്ക് എന്നോടൊപ്പം അവതരിപ്പിച്ചൂടെ, ഒരു അവതാരകയായിക്കൂടെ ഇപ്പോൾ ഇവിടെ? പക്ഷേ നമ്മുടെ ഈ കൂട്ടുകാരോടൊക്കെ ചോദിക്കുക, എന്താ ചോദിക്കാനുള്ള ഈ കലോത്സവ വേദിയിൽ എന്നിട്ട്? പാലക്കാടിലെ എല്ലാവർക്കും സുഖമല്ലേ? എങ്ങനെയുണ്ട് ഈ വട്ടത്തെ സ്റ്റേറ്റ് സ്കൂൾ യുവജനോത്സവം? ഇന്ന് മാത്രമാണോ നിങ്ങൾ വന്നത്? കഴിഞ്ഞ ദിവസം വന്നിരുന്നോ? ഒരാഴ്ച മുമ്പേ. അപ്പൊ ഇനി മുതല് എല്ലാ ദിവസവും വരണം. ഞങ്ങൾ എല്ലാരും സപ്പോർട്ട് ചെയ്യില്ലേ? അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോൾ ഈ പരിപാടിയുടെ ബാക്കി ഭാഗം ഷേഹ അവതരിപ്പിച്ചാൽ മതിയോ? വേണോ? അപ്പോൾ ഷേഹ, ഈ പിന്നെ ഈ നൃത്തവേദികളിൽ ഇപ്പോൾ നാടോടി നൃത്തം തുടങ്ങിയ സമയത്ത് അത് വൈകിയാണ് തുടങ്ങിയെന്നുള്ള പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ ചിലർ CD കുടുങ്ങുക, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതൊക്കെ അവർക്കൊക്കെ രണ്ടാമതൊരു അവസരം കൊടുക്കുന്ന സമ്പ്രദായം ഉണ്ടോ ഇവിടെ? അങ്ങനെ ഷേഹയുടെ കൂട്ടുകാർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായോ? ഇന്നലെ ഞാൻ മോഹിനിയാട്ടം മത്സരം എൻ്റെ കഴിഞ്ഞിരുന്നു. അപ്പം ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം നല്ല രസത്തിലൊരു കുട്ടി ആരംഭിച്ചു. തുടക്കം 1 മിനിറ്റിന്റെ ഉള്ളിൽ പാട്ട് നിന്നു. അപ്പത്തേക്കും പാട്ട് നിന്ന്, പക്ഷെ കുട്ടി നിർത്തിയില്ല. കുട്ടി കളിച്ചുകൊണ്ടിരുന്നു. വീണ്ടും പാട്ട് തുടങ്ങി. കുട്ടിയുടെ താളം പോയി, പക്ഷെ അവർ കട്ടനിട്ടുണ്ടായിരുന്നില്ല. ആരും ഒന്നും ചെയ്യണില്ല. അപ്പൊ തന്നെ കുട്ടി പറഞ്ഞു ഒരു വട്ടം കൂടി വെക്കണം എന്ന്. പക്ഷെ സമ്മതിച്ചു. അതെനിക്ക് നല്ലൊരു കാര്യമായിട്ട് തോന്നി.
ഷേഹ ഏത് ജില്ലയിൽ നിന്നാണ് വരുന്നത്? ഞാൻ തൃശ്ശൂർ ജില്ല. തൃശ്ശൂരാണല്ലോ ഇപ്പോൾ ഒന്നാം സ്ഥാനത്തുള്ളത് അല്ലേ? അതെ. തൃശ്ശൂർ കപ്പെടുക്കോ? കപ്പെടുക്കും, എടുക്കണം. തൃശ്ശൂരാണോ കപ്പെടുക? തൃശ്ശൂരാണോ കപ്പെടുക? എല്ലാവർക്കും അവരവർ ജില്ല. അല്ല, ഇതുപോലൊരു ഗ്രൗണ്ടിലെ നമുക്കൊരു ഷെഹയുടെ ഐറ്റം ഭരതനാട്യം ഒന്ന് പെർഫോം ചെയ്യാൻ പറയാൻ പറ്റില്ല. എന്തെങ്കിലും ഒരു മുദ്ര എന്തെങ്കിലും നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി എന്താ കാണിക്കാൻ? ഞാൻ ഈ അവതരിപ്പിച്ചതിന്റെ കഥ ഞാൻ പറയാം. കാരണം അമൃതാനന്ദമയുടെ ഐറ്റാണ് കളിച്ചത്. ആരും ഇതുവരെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരാളെ പറ്റി അങ്ങനെ ഭരതനാട്യം കളിച്ചിട്ടില്ല, അങ്ങനെ ഒരു സ്റ്റോറി എടുത്തിട്ടില്ല. അപ്പോൾ അതാണ് ഇതിന്റെ പ്രത്യേകത. പിന്നെ എൻ്റെ ഗുരു ഹർഷൻ സാറാണ്. ഹർഷൻ സാറിൻ്റെ മൊത്തം ക്രെഡിറ്റ്. കാരണം ഹർഷൻ സാറാണ് ഇത് മൊത്തം സെറ്റ് ചെയ്തത്, എന്നെ കൊണ്ട് പെർഫോം ചെയ്യിപ്പിച്ചത്. അപ്പോൾ ഫുൾ ക്രെഡിറ്റ് സാറിനാണ്. എനിക്ക് തോന്നുന്നു ഒട്ടും പിന്നെ ഷെഹ എടുക്കുന്നില്ല, കംപ്ലീറ്റ് ക്രെഡിറ്റ് മാഷിനാണ്. പിന്നെ മാഷാണ് ഇങ്ങനെ ഇൻസ്പയർ ചെയ്യുന്നതും അല്ലേ? ഓക്കെ, ശരി. അപ്പോൾ എന്താണ് അതിൻ്റെ പിന്നെ എന്തെങ്കിലും കാണിക്കാൻ ഒന്നും പറ്റില്ല അല്ലേ? അത് എന്താ ചെയ്യാ? ഞാൻ ഇത് സുനാമി വന്ന് മൈക്ക് പിടിച്ചേരണോ? സുനാമി വന്നിട്ട് അമ്മ ഇങ്ങനെ ഇതിലായിരുന്നു. അപ്പോൾ സുനാമി പെട്ടെന്ന് വെള്ളം കയറി വരികയാണ്. അപ്പോഴത്തേക്കും എല്ലാ ഭക്തജനങ്ങളോടും കുറച്ച് മാറി നിൽക്കാൻ പറഞ്ഞു. എന്നിട്ട് പറയാണ്, എന്നിട്ട് അമ്മ സ്വന്തം സ്കാർഫ് എടുത്ത് വെള്ളത്തിലിട്ട് അങ്ങനെ വെള്ളം താഴ്ന്നു എന്നാണ് അറിയപ്പെടുന്നത്. സോ ആ ഒരു ഭാഗമാണ് ഞാൻ കാണിച്ചത്. ഓക്കെ, അപ്പോൾ ശരി ഷെഹ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ നന്നായി വരൂ. ഓക്കെ, റൈറ്റ്. അപ്പോൾ ഇന്നത്തെ കലോത്സവ വേദിയിലുള്ള ഇനങ്ങൾ എന്തൊക്കെയായിരുന്നു, എങ്ങനെയാണ് ഇവിടുത്തെ കലാസ്വാദകർ അത് ഏറ്റെടുത്തത്, എന്താണ് മൂന്നാം ദിനത്തിലെ പ്രത്യേകതകൾ, അത് സംബന്ധിച്ചൊരു റിപ്പോർട്ട് കാണാം നമുക്കിനി. മുഖ്യവേദിയിൽ രാവിലെ 9 മണിയോടെ തുടങ്ങിയ ഹയർ സെക്കൻഡറി സ്കൂൾ വിഭാഗം പെൺകുട്ടികളുടെ ഭരതനാട്യ മത്സരം വൈകിട്ട് വരെ തുടർന്നു. അപ്പീലുകാരുടെ എണ്ണക്കൂടുതലാണ് മത്സരം നീണ്ടുപോവാൻ കാരണമായത്. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂൾ വിഭാഗങ്ങളുടെ ദേശഭക്തിഗാന ബാൻഡുവാദ്യ മത്സരങ്ങൾ രാജ്യസ്നേഹത്തിന്റെ സന്ദേശം നൽകുന്നതായിരുന്നു. ഹൈസ്കൂൾ വിഭാഗം പെൺകുട്ടികളുടെ കുച്ചിപ്പുടി മത്സരത്തിൽ പങ്കെടുത്ത അപ്പീലുകാരുടെ എണ്ണം ഏറെയായിരുന്നു. ഉപകരണ സംഗീത മത്സരവേദിയിൽ വയലിനിലും ഓടക്കുഴലിലും കുട്ടികൾ നാദവിസ്മയം തീർത്തു. എട്ടാം വേദിയിൽ നടന്ന ഹൈസ്കൂൾ വിഭാഗത്തിന്റെ കോൽക്കളി മത്സരവും ഹയർ സെക്കൻഡറി സ്കൂൾ വിഭാഗത്തിന്റെ ദഫ്മുട്ട് മത്സരവുമായിരുന്നു മൂന്നാം ദിവസത്തെ മറ്റ് ആകർഷണങ്ങൾ. ഈ മത്സരങ്ങൾ പതിവ് പോലെ വീറും വാശിയും നിറഞ്ഞതായിരുന്നു. ടീം മീഡിയ 1 പാലക്കാട്. അപ്പോൾ സേതുമാധ മാഷ് ഇന്ന് കഥാരചന ഉണ്ടായിരുന്നു, കുറേ കുട്ടികൾ പങ്കെടുത്തു. മാഷ് അവരോട് സംസാരിച്ചോ? അവരുടെ കഥകളൊക്കെ മാഷ് ജഡ്ജിങ് കമ്മിറ്റിയിലുണ്ടോ? ഇല്ല. ഇതിനു മുമ്പ് ഇരുന്നിട്ടുണ്ടോ കഥകൾ? ഞാൻ കഴിയുന്നതും പോകാറില്ല. അതെന്താണത്? എനിക്ക് എപ്പോഴും കൺഫ്യൂഷൻ ജഡ്ജ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത് വളരെ ഡീപ്പ് സയൻറ്റിഫിക്കായ ഒരു കാര്യമാണ്. നമ്മളൊരു നല്ല കഥ നല്ല ഒരു ഞാൻ സ്വാഭാവികമായിട്ട് കഴിയുമെങ്കിൽ ആദ്യകാലത്തൊക്കെ നിറയെ പോയിരുന്നു. പിന്നെ കോളേജിലും ഹൈസ്കൂൾ ലെവലിലും ഞാൻ ജഡ്ജി ആയിട്ട് പോകാറില്ല. അതായത് മാഷിന് കഥ എഴുതുന്ന എല്ലാവരോടും ഒരേപോലെ വാത്സല്യമാണെന്ന് ഞാൻ വിചാരിക്കും. അങ്ങനെയാണോ? അങ്ങനെ 1, 2, 3 എന്നൊക്കെ പറഞ്ഞ് തരം തിരിക്കണ്ട. അതിലെ ചില ആസ്പെക്റ്റിൽ ഒന്ന് വളരെ നന്നായി കഥ എന്ന് പറഞ്ഞാൽ ദർ ആർ സോ മെനി ആസ്പെക്ട്സ്. അപ്പോൾ ഈ ആസ്പെക്ട്സ് ഒക്കെ വെച്ച് വിലയിരുത്തുന്ന സമയത്ത് നമുക്ക് കൂടുതൽ സമയം വേണം, കൂടുതലധികം അതിൻ്റെ ആസ്പെക്ട്സ് നമ്മൾ നോക്കണം. ഇത് ഒരു വല്ലാത്ത ടയർസം പ്രക്രിയയാണ്. അതുകൊണ്ട് ഞാൻ കഴിയുന്ന എന്ന് മാറി നിൽക്കണമെന്നേ ഉള്ളൂ. പക്ഷേ ഇന്ന് കുട്ടികളെയൊക്കെ കൊണ്ട് തസ്രാക്കിൽ പോയല്ലോ. എനിക്ക് എഴുതുന്ന കുട്ടികളെ ജീവനാണ്. ആ കുട്ടികളൊക്കെ എന്നെ ഏറ്റവും നന്നായി അറിയും. കാരണം 7th സ്റ്റാൻഡേർഡിൽ അവർ എൻ്റെ കഥ പഠിക്കുന്നുണ്ട്. ഈ കേരള സ്കൂളിൽ 7th സ്റ്റാൻഡേർഡ് എൻ്റെ ഒരു അമ്മ കൊയ്യുന്നു എന്ന കഥ കഴിഞ്ഞ 5-6 കൊല്ലമായിട്ട് 7th സ്റ്റാൻഡേർഡിലെ ടെക്സ്റ്റിൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ കുട്ടികൾ എന്നെ കണ്ടതും വലിയ അത്ഭുതമായി അവർക്ക്. മനസ്സിലായില്ലേ? കണ്ണൂരിൽ നിന്നും കാസർഗോഡ് നിന്നും ട്രിവാൻഡ്രത്തു നിന്നും കൊല്ലത്തു നിന്നൊക്കെ വന്ന കുട്ടികൾ അവർ ലൈവായിട്ടൊരു ദൈവത്തെ കാണുമല്ലേ അവിടെ. ഇതൊക്കെയാണ് അതിൻ്റെ രസം. പിന്നെ ആ കുട്ടികളെ ഞാൻ കൊണ്ടുപോയി. ഞാൻ ഈ തസ്രാക്കിനെ കുറിച്ച് പറഞ്ഞു. ഇതൊരു കഥയാണ്. തസ്രാക്ക് എന്ന ഒരു നിഷ്പ്രഭ ഗ്രാമത്തിൽ നിന്ന്
ഇല്ലാത്ത ഖസാക്ക് എന്ന അത്ഭുത ഗ്രാമത്തെ സൃഷ്ടിച്ച ആളാണ് വിജയൻ. ഇതാണ് സാഹിത്യം, ഇതാണ് എഴുത്ത്, ഇതാണ് അതിൻ്റെ പ്രോസസ്സ്. ഈ ഉണ്മയിൽ നിന്ന് നാം യഥാർത്ഥത്തിലേക്ക് കടന്നു ചെല്ലുകയും യഥാർത്ഥമായ ചിലത് ഉണ്ടാവണമല്ലോ എന്ന് സ്വപ്നം കാണിക്കാൻ സാധിക്കുകയും ഇതാണ് ലിറ്ററേച്ചറിൻ്റെ റിയാലിറ്റി. അതിനൊക്കെ ഏറ്റവും പറ്റിയ ഒന്നാണ് ഈ തസ്രാക്ക് എന്നുള്ളത്. ഒരു മിണ്ടാപ്രാണിയാണ് തസ്രാക്ക്. പഴയ വളരെ റിമോട്ടായിട്ടുള്ള പാലക്കാട് ഞങ്ങളുടെ ഇവിടുത്തെ ഒരു പ്രദേശമാണ്. ശിവരാമൻ നായരുടെ ഞാറ്റ് വരപ്പോൾ വീഴാൻ നിൽക്കുകയാണ്, മനസ്സിലായില്ലേ? പക്ഷെ അവിടെ കുറച്ച് ദിവസം മാത്രം പോയി ജീവിച്ച വിജയൻ തസ്രാക്കുകാരനല്ല. വിജയൻ പല്ലഞ്ചാത്തൂരാണ് അമ്മ, മങ്കരയാണ് അച്ഛൻ. വിജയൻ ജീവിച്ചത് മുഴുവൻ ഡൽഹിയിലുമാണ്. പക്ഷെ ചെറിയ ഒരു കാലത്തെ ആ ആത്മബന്ധം കൊണ്ട് അദ്ദേഹം ഉണ്ടാക്കിയെടുത്തത് ഒരു ഇതിഹാസമാകുന്നു. എനിക്ക് നിങ്ങൾക്ക് അപ്രാപ്യമായ ഇവിടുത്തെ കാറ്റിനും ഇവിടുത്തെ കരിമ്പനയ്ക്കും ഇവിടുത്തെ മനുഷ്യനും ഇവിടുത്തെ വിശ്വാസങ്ങൾക്കും അതുപോലെ തന്നെ ഇവിടുത്തെ മണ്ണിനും പുതിയ അർത്ഥതലങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കുകയുണ്ടായത് ഒരു സന്ദേഹിയുടെ പ്രയാണത്തിലൂടെ വിജയൻ ഒന്നിനെയും ഉറപ്പിച്ച് പറയുന്നില്ല. ഒരു മനുഷ്യൻ്റെ എന്നുമുള്ള സന്ദേഹങ്ങൾ ആണ് വിജയൻ അവിടെ പ്രകടിപ്പിച്ചത്. വിജയൻ അത് പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു ആഗ്നോസ്റ്റിക് ആണ് എപ്പോഴും. അതാണ് ഒരു എഴുത്തുകാരൻ്റെ റിയൽ ആയിട്ടുള്ള മനസ്സതാണ്. അതിൽ നിന്ന് അദ്ദേഹം ഈ കാറ്റ് സന്ധ്യയ്ക്ക് ഞാനിവിടെ നിൽക്കുമ്പോൾ എന്നിലേക്ക് ഇറങ്ങി വരുന്നത് വിജയൻ ഇവിടെ ഇട്ടേച്ചു പോയ മഹാദുഃഖത്തിൻ്റെ ഒരു സംഗീതമാണ്. ഈ കലോത്സവ വേദിയിൽ മാഷിങ്ങനെ ചുറ്റി കണ്ടപ്പോഴേ എപ്പോഴെങ്കിലും ഒരു കഥ എഴുതേണ്ട എന്തെങ്കിലും ഒരു ആശയം മനസ്സിലേക്ക് കടന്നുകൂടിയിട്ടുണ്ടോ? അല്ല, കഥ എഴുതേണ്ട ആശയം ടക്കുന്ന ഒരു സമയത്ത് വരില്ല, അത് ഈ ബഹളത്തിലും വരില്ല. പക്ഷേ ഈ ബഹളത്തിൽ നിന്ന് കിട്ടുന്ന ഒരു എലിമെന്റ് നാളെ ഞാനൊരു കഥയാക്കി മാറ്റിയേക്കാം. ഇതൊക്കെ എനിക്ക് പ്രയോജനമാണ്. നിങ്ങളുടെ ചിരിക്കുന്ന, നിങ്ങളുടെ കോപിക്കുന്ന, ഇതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട മുഖങ്ങളും അവസ്ഥകളുമാണ്. അത് ഇരുന്ന് കഥ എഴുതാൻ പറ്റില്ലല്ലോ. കഥ ഒരു ഏകാന്തതയിൽ ഞാനിതിനെ ഒരു മനസ്സിൽ ഒരു നടക്കുന്ന ഒരു രാസപ്രക്രിയയുണ്ട്. ആ രാസപ്രക്രിയ കൊണ്ട് എഴുത്തിൻ്റെ ഏതോ ഘട്ടങ്ങളിൽ ബോബീഷിൻ്റെ മുഖവും ബോബീഷിൻ്റെ ഭാവവും എനിക്ക് പ്രയോജനപ്പെട്ടേക്കാം. ഏതായാലും കലയുടെ ഈ ഉത്സവം അക്ഷരത്താളുകളിൽ നിറഞ്ഞു വരട്ടെ. ഏതായാലും ഈ കലോത്സവ വേദിയിലെത്തി എല്ലാ കുഞ്ഞു കലാകാരന്മാരെയും മാസ്റ്റർ അനുഗ്രഹം ഉണ്ടാകണം. നാളെ ശക്തന്മാർ ഈ പൊടിമണ്ണിൽ നിന്ന്, കനകം വിളയുന്ന പാലക്കാടൻ മണ്ണിൽ നിന്ന് ഉണ്ടാവും, എനിക്ക് സംശയമില്ല. എന്നേക്കാൾ വലിയവർ. കലോത്സവ വേദിയിൽ നിന്ന് ഇന്ന് ഇത്രയും.